നീ എന്താ മരോട്ടിക്കാതെ നിന്ന് കാക്കയെ പോലെ നിൽക്കുന്നേ? നോക്കി എടുക്ക്. ലക്ഷ്മിട്ടിയെ, കൊക്കിൽ ഒതുങ്ങളെ കൊത്തിയാ മതി കേട്ടോ. പക്ഷെ കണ്ട അടിപൊളിയായിരിക്കണം. ആള് വെളുത്തിട്ടോ കറുത്തിട്ടോ? ഈ ശബ്ദം എവിടെ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ തമ്മിൽ ഒരിക്കലും പരിചയപ്പെട്ടിട്ടുണ്ട്. എവിടെ വെച്ച്? അത് ബസ്സിൽ വെച്ച്. ഓഹോ, നമ്മടെ കണ്ണട. കണ്ണടയോ? ആ കൃഷ്ണേട്ടൻ ഞാൻ അന്ന് പറഞ്ഞില്ലേ, ബസ്സിൽ വെച്ച് കണ്ണട അടി. അത് ഇയാളാണോ? അതന്നെ. ഇയാളുടെ നിറമുണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, വാസന്തിയെ കൂടെ കൊണ്ടുവരായിരുന്നെന്ന്. ഓ, അതെങ്ങനെ കൃഷ്ണേട്ടാ? തോമാസ് സാർ അത്യാവശ്യമായിട്ട് ചെല്ലണം എന്ന് പറഞ്ഞാ പോകാതിരിക്കാൻ പറ്റുമോ? ആ, അത് ശരിയാ. നിനക്കിത് ഇഷ്ടപ്പെട്ടോ? ഓ, കിട്ടിയോ? ആ, കൊള്ളാം. തത്ത ചീട്ട് കൊത്തിയെടുക്കണ പോലെ കീറി കൃത്യം. വാസന്തിക്ക് നന്നായിട്ട് ചെയ്തു. എന്താ കളറ്? അത് മജന്തയോ? അതെന്ത് കളറാ? അത് ഈ ചുവപ്പും മഞ്ഞയും കറുപ്പും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു മജന്ത കളറാ. ആവൂ, ഞാൻ കേൾക്കാത്ത കളറുകൾ ഇനി ഒരുപാട് ഉണ്ടല്ലേ എന്റെ ഭഗവതി. എന്താ മാച്ചിങ് ബ്ലൗസ് ആണോ? എന്നാ വാ. ഈ തുണികൾ തിരഞ്ഞെടുക്കാനും അതിന്റെ പൊരുത്തം നോക്കാനും പെമ്പിള്ളേർക്കുള്ള അത്ര മിടുക്ക് ഈ ഭൂമി ആർക്കുമില്ല. ആ ലക്ഷ്മി എന്തോ ഒരു ആംഗ്യം കാണിച്ചു, എനിക്കൊന്നും മനസ്സിലായില്ല. ആ പെൺകൊച്ചിന് മനസ്സിലായി. അത് പിന്നെ മനസ്സിലാവാതിരിക്കോ? അത് അവരുടെ ഡിപ്പാർട്ട്മെന്റ് അല്ലേ കൃഷ്ണേട്ടാ? എന്താ ഇങ്ങനെ പരിഭവിച്ചു നിൽക്കുന്നേ? സത്യം പറഞ്ഞ തന്റെ ഈ പരിഭവിച്ച മുഖം കാണാനാ ഭംഗി. എന്റെ കൂടെ പോരുന്നോ ഡൽഹിയിലേക്ക്? വാസന്തിക്ക് പറ്റിയൊരു ജോലി ഞാൻ അവിടെ ശരിയാക്കി തരാം. എന്താ? ആഹാ, കിന്നരിച്ചോണ്ടിരിക്കാണോ? രാത്രി ആവുമ്പോഴത്തേക്ക് അങ്ങ് എറണാകുളത്ത് എത്തണം. ഏർലി മോർണിംഗ് ഫ്ലൈറ്റിന് പോകേണ്ടതാ. ചെല്ലെ, എല്ലാം പോയി പാക്ക്. ഓക്കെ. മിടിക്കുക നീ. എനിക്കിഷ്ടമായി. നീ എനിക്ക് ചെയ്തു തന്നത് വലിയൊരു ഉപകാരം. അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവില്ല. ഇത് വെച്ചോ. പോരെങ്കിൽ ചോദിക്കാൻ മടിക്കണ്ട. പിന്നെ ഇവനെ യാത്രയാക്കിയിട്ട് ഞാൻ നാളെ എത്തും. ചെല്ലേ. രാമുവിന്റെ കയ്യിൽ പണം കൊടുക്കണം. കല്യാണത്തിന് ഒരുപാട് ചെലവുള്ളതല്ലേ. അതും ഇതും ആലോചിച്ച് തല പുണ്ണാക്കരുത്. ജീവിക്കാൻ പഠിക്കണം. നടന്നൊക്കെ ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. ചെല്ലേ. ആ, രാമേ, ഓ, കല്യാണത്തിനുള്ള തുണിച്ചരക്കുകൾ എടുക്കാൻ പോയതല്ലേ? വാസന്തിയോ? അവള് വന്നില്ല. എല്ലാം ലക്ഷ്മിട്ടി ഏൽപ്പിച്ചു. കാര്യങ്ങളെല്ലാം ഇപ്പോഴേ നാട്ടിൽ ഏൽപ്പിച്ചു കഴിഞ്ഞൂല്ലേ? ലക്ഷ്മിട്ടിയെ അതിങ്ങെടുത്തോ. കൂടെ കൃഷ്ണേട്ടനുണ്ടായിരുന്നു. ചന്തോസ് ആയതുകൊണ്ട് ആള് കടയിൽ പോയി. ഇതൊന്ന് നോക്കിക്കേ. ആർക്കുള്ളതാ? നാണിയമ്മയ്ക്ക് തന്നെ. എനിക്കോ? എന്താ, ഇഷ്ടായില്ലേ? കരയണോ? എന്തിനാ കരയണേ? ആളുകളുടെ മുഴുവൻ തുണി അതൊക്കെ എനിക്ക് ഇതുവരെ ഞാനൊരു കോടി തുണി വാങ്ങി തന്നിട്ടില്ല. എന്റെ സ്വന്തം ജോലിയിലുള്ളൊരു മോളും എന്നെ ഓർത്തല്ലടാ മോനെ. എന്റെ മോനെ, എന്റെ മോൻ. ഇത് കൊടുത്തോണ്ട് വേണം വാസന്തിയുടെ കല്യാണത്തിന് വരാൻ. വരട്ടെ ലക്ഷ്മിട്ടിയെ. തുണികൾക്കൊക്കെ തീ പിടിച്ച വിലയാ. ലക്ഷ്മിയുടെ കയ്യിൽ 150 രൂപ ഉണ്ടായിരുന്നു. കൃഷ്ണേട്ടൻ കുറച്ച് പൈസ കടം തന്നു. ഉള്ളതുകൊണ്ട് ഓണം പോലെ. ഇത് ഷർട്ട് രണ്ടെണ്ണുണ്ടല്ലോ. ആർക്കാ? അച്ഛനും ചേട്ടനുള്ളതാ. അച്ഛനെന്തിനാടാ ഷർട്ട്? എന്താടാ, എനിക്ക് ഷർട്ട് ഇട്ടാ കൊള്ളൂല്ലേ? അല്ല, അച്ഛൻ ഷർട്ട് ഇടാറില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. രണ്ടാം സാരി കണ്ടിട്ട് കല്യാണ സാരി പോലെ ഉണ്ടല്ലേ? നീ വാസന്തി വന്നല്ലോ. ആവൂ, വന്നോ? സരോജേ, ആ മജന്റെ സാരി നമ്മളെ കാണിച്ചേ. അവൾക്ക് ഇഷ്ടായിന്നറിയാലോ. അടിപൊളിയായിട്ടുണ്ട്. ഇവളുടെ കളറിന് നല്ല ചേർച്ച അല്ലേ? തോമസ് സാർ എന്ത് പറഞ്ഞു? വല്ലതും തന്നോ?
ഈശ്വരാ എന്തായി കാണണേ? എന്താമ്മേ? 100ന്റെ 2 കെട്ടാ. അളിയാ കോൾ അടിച്ചല്ലോ അളിയാ. തോമാ സാർ അങ്ങനെയാ, പാവങ്ങളോട് ഇത്രയും ദയുള്ള ഒരു മനുഷ്യൻ. ദേ ഞാനെന്ന് പണിക്ക് പോകാൻ പറഞ്ഞപ്പോ നിനക്ക് എന്ത് വെമ്മിട്ടായിരുന്നു. ഇപ്പൊ കണ്ടോ? നേരം സന്ധ്യയായി. കയ്യും കാലും മുഖവും കഴുകി വിളക്ക് വെക്കാൻ നോക്ക്. എന്താ നിന്റെ മുഖത്തിനൊരു വാട്ടം? വല്ലാത്തൊരു തലവേദന. തലവേദനയോ? ഇങ്ങോട്ട് വന്നേ നോക്കട്ടെ. സാരല്ലോ കൊച്ചട്ടാ. പാവം അമ്മേ, നെറ്റിയിൽ ഇത്തിരി ഉള്ളി ചതച്ചിട്ട് കൊടുക്ക്. എന്താണാവോ? കല്യാണത്തിന്റെ തീയതി എടുക്കുമ്പോഴേ ഇങ്ങനെ തലവേദനയൊക്കെ ഉണ്ടാവും കൊച്ചേട്ടാ. നെഞ്ചിലെ പെടപെടപ്പുണ്ടാ. അതെയോ? ഇങ്ങനെ ഒരു കരുതക്കുട്ടി